വെൽക്കം ബാക്ക് ടു Xylem Learning. മക്കളെ എല്ലാവരും എങ്ങനെയാ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടോ? എക്സാമിന്റെ ടൈം ടേബിൾ ഔട്ട് ആയിട്ടോ. അപ്പൊ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. പക്ഷെ എന്റെ കുട്ടീസ് ഒന്നും പേടിക്കേണ്ട. എക്സാമിന് എത്ര എക്സാമുകൾ വന്നാലും ഇന്ന് വന്നാലും നാളെ വന്നാലും എന്ന് വന്നാലും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പവർ ആയിട്ട് എഴുതാനുള്ളത് എന്റെ മക്കള് പഠിച്ചിട്ടുണ്ടെന്ന് മിസ്സിന് അറിയട്ടോ. അപ്പൊ എക്സാമിന്റെ ടൈം ടേബിൾ ഔട്ട് ആയിരുന്നുള്ള വിവരം പറയാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് എക്സാം എന്നൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞാലോ. അപ്പൊ എക്സാമിന് ആലോചിച്ചു ടെൻഷൻ അടിച്ചിരിക്കേണ്ട കേട്ടോ. അപ്പൊ ഇതേപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ബിരുദന്മാരുണ്ടോ? അങ്ങനെ ബിരുദന്മാരുണ്ടെങ്കിലേ എന്ത് ചെയ്യണം? നാളെ മുതൽ നമ്മളെ ലൈവ്, നാളെ ആക്കണ്ടടാ, ഇന്ന് തന്നെ നമ്മളെ ലൈവ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ അൾട്രാ പവർ ബൂസ്റ്റർ ആയിട്ട് ഇന്ന് രാത്രി മുതൽ ടീച്ചേഴ്സ് നിങ്ങളെ മുമ്പിൽ ഉണ്ടാവും. എന്റെ മക്കൾ എല്ലാവരും കൃത്യസമയത്തിന് 7 മണിക്ക് തന്നെ ലൈവിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇന്ന് ബേസിക് സയൻസ് ആണ് ഉണ്ടാവുക. ഈ ആഴ്ചയോട് കൂടെ കംപ്ലീറ്റ് നമ്മൾ പഠിച്ച് അടുത്ത ആഴ്ച മാരത്തോണും അറ്റൻഡ് ചെയ്ത് രാവിലെ പവർ ബൂസ്റ്ററും സെറ്റ് ആയിട്ടായിരിക്കും എന്റെ മക്കൾ പരീക്ഷയ്ക്ക് പോവുക. അപ്പൊ മക്കളെ റെഡി ആണെങ്കിൽ മിസ് എക്സാമിന്റെ ടൈം ടേബിൾ പറഞ്ഞുതരാം. പക്ഷെ ടൈം ടേബിൾ ആലോചിച്ച് എന്റെ മക്കൾ സങ്കടപ്പെടരുതും ടെൻഷൻ അടിക്കും ഒന്നും ചെയ്യരുത്. കൃത്യമായിട്ട് പഠിച്ച് ഈ എക്സാമിന് ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റും. അപ്പൊ എന്റെ കുട്ടീസിന് പറഞ്ഞു തരട്ടെ ടൈം ടേബിൾ. ഇതാ നോക്കിക്കേടാ, ഡിസംബർ 13 മുതൽ 21 വരെയാണ് എന്റെ മക്കൾക്ക് പരീക്ഷ ഉണ്ടാവുക. ഡിസംബർ 13 മുതൽ 21 വരെയാട്ടോ പരീക്ഷ ഉണ്ടാവുക. അപ്പൊ ടൈം ടേബിൾ ആണ്, കൃത്യമായിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. ഇത് മിസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ കൊടുക്കട്ടോ. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോ, എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെ മുതൽ ഉച്ച വരെ 10 മണി മുതൽ അതേപോലെ 12, 15, 12:15 വരെയാണ് പരീക്ഷ ഉണ്ടാവും കേട്ടോ. 18 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മക്കളെ 18 13 പറയുമ്പോൾ എന്റെ മക്കളെ ബുധനാഴ്ചയാണ് പരീക്ഷ തുടങ്ങുന്നത്. അതായത് ഇന്നിപ്പോ 4 ആയിട്ടുള്ളൂ. ഈ തിങ്കളല്ല, അടുത്ത തിങ്കളല്ല, ആ തിങ്കളിൽ വരുന്ന ബുധനാഴ്ച, അതായത് നെക്സ്റ്റ് വീക്ക് ബുധനാഴ്ച നിങ്ങൾക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് തന്നെ മലയാളം പരീക്ഷ കേട്ടോ. മലയാളം പരീക്ഷ ഉണ്ടാവും. പിന്നെ പിറ്റേന്ന് തന്നെ 14 തന്നെ എന്റെ മക്കൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. 15 മലയാളം സെക്കൻഡ് പരീക്ഷ ഉണ്ടാവും. പിന്നെ 2 ദിവസം ലീവാണ്. പക്ഷെ എന്റെ മക്കൾക്ക് ലീവ് ഇല്ല കേട്ടോ. സൈലത്തിനും ലീവില്ല. സൈലത്തിന് ദിവസം ക്ലാസ് ഉണ്ടാവും. എന്റെ മക്കള് ക്ലാസ്സിലും വരണം കേട്ടോ. അത് കഴിച്ചാൽ നോക്കിയേടാ. പിന്നെ നമുക്ക് വരുന്നത് 18 പരീക്ഷ വരുന്നത്. സോഷ്യൽ സയൻസ് ആണ്. ദെൻ 19 ബേസിക് സയൻസ് വരുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു സ്റ്റാർ മാർക്ക് കണ്ടില്ലേ? അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ആർട്ട്, വർക്ക്, ഹെൽത്ത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെയാണ്. അപ്പം അതിന്റെ ഒരു ചെറിയ എക്സാം ചില സ്കൂൾസിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ഉച്ചക്ക് ശേഷമായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഉച്ചക്ക് ശേഷമായിരിക്കും. രാവിലെ ബേസിക് സയൻസ് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷമായിരിക്കും ഈ പരീക്ഷ ഉണ്ടാവുക. പിന്നെ 20 നിങ്ങൾക്ക് മാത്സ് പരീക്ഷ ആയിരിക്കും മക്കളെ ഉണ്ടാവുക. ദെൻ 21 ഹിന്ദി പരീക്ഷ. അതോടുകൂടെ പരീക്ഷ കഴിഞ്ഞ് 10 ദിവസം ലീവാ. എത്ര ദിവസം? 10 ദിവസം ലീവാട്ടോ. അപ്പൊ ലീവിന്റെ മുന്നേ അല്ലേ ഒരു 2 ആഴ്ചത്തെ പണിയല്ലേ ഉള്ളൂ. 2 ആഴ്ചയും തികച്ചില്ല. ഒരാഴ്ചയും ഒരു 3 ദിവസം അതല്ലേ ഉള്ളൂ. അപ്പൊ എന്റെ മക്കൾ എങ്ങനെയാ പഠിക്കാൻ തയ്യാറായില്ലേ? ഇന്ന് മുതൽ ലൈവിൽ ജോയിൻ ചെയ്യല്ലേ. ഇന്ന് രാത്രി മുതൽ 7 മണിക്ക് ദിവസം എന്തുണ്ടായിരിക്കും? ക്രിസ്മസ് എക്സാം അൾട്രാ പവർ ബൂസ്റ്റർ ഉണ്ടാവും. എന്റെ മക്കള് ബൂസ്റ്റ് ഒക്കെ കുടിച്ച് സെറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ ലൈവില് ഇനി അങ്ങോട്ട് വന്നോളണേ, മറക്കരുതേ എന്റെ മക്കള്. അത് കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും ഇപ്പൊ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ജോയിൻ ചെയ്തവർ വേണ്ട, ജോയിൻ ചെയ്യാത്ത എല്ലാ കുഞ്ഞുമക്കളും കുഞ്ഞുമക്കളൊക്കെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. എന്താന്ന് വെച്ചാലടാ, സൈലം നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പരീക്ഷ നടത്തുന്നുണ്ട്. ആ പരീക്ഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും? ഈ ആഴ്ചകളിലായിട്ട് ഇന്ന്, നാളെ, മറ്റന്നാളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കഷനും എന്റെ മക്കൾ കേൾക്കണം. അതും കേട്ട് നമ്മൾ സൈലത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന് എന്റെ മക്കൾ എന്ത് ചെയ്യും? ആൻസർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ലൈവിൽ അറ്റൻഡ് ചെയ്യും. ലൈവ് കേട്ട് കഴിഞ്ഞിട്ട് എക്സാമിന്റെ തലേന്ന് രാത്രിയുള്ള ലൈവ് നമ്മൾ കേൾക്കും. അത് കഴിഞ്ഞ് രാവിലത്തെ ലൈവിന് നമ്മൾ ഉണ്ടായിരിക്കും. ഈ 5 കാര്യങ്ങൾ സൈലത്തിലൂടെ, ഈ 5 പ്രോസസ്സിലൂടെ എന്റെ മക്കൾ പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് മാർക്ക് നേടാൻ പറ്റും. അപ്പൊ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളാം, മറക്കരുത്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ എന്റെ മക്കളെ. ഇനി ഇവിടെ നോക്കിയടാ, അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്റെ എല്ലാ കുഞ്ഞുമക്കളും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം. നമുക്ക് സെറ്റ് ആയിട്ടും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാ. അപ്പൊ എങ്ങനെയാ? എല്ലാവരും ലൈവില് കാണല്ലേ. മിസ് എല്ലാ കോണ്ടന്റ് വീഡിയോന്റെ അവസാനം ഇത് തന്നെയാ പറയാം. അപ്പൊ എങ്ങനെയാ ലൈവ് കാണല്ലത്? അത് തന്നെയാണ് മിസ്സിന് ഇപ്പോഴും പറയാനുള്ളത്. എന്റെ എല്ലാ കുഞ്ഞുമക്കളെയും ലൈവിലേക്ക് മിസ് സ്വാഗതം ചെയ്യാണ്. അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കണം. നമുക്ക് ലൈവ് സെറ്റ് ആക്കി പവറാക്കി അടിപൊളിയാക്കണം. അപ്പൊ എങ്ങനെയാ? ഇന്ന് രാത്രി ഇത് ലൈവില് കാണല്ലേ.
ഇന്ന് രാത്രി മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ലൈവ് ഉണ്ടായിരിക്കും. നെവർ മിസ് ഇറ്റ്. ഒരിക്കലും മിസ് ചെയ്യരുത്. നമുക്ക് സെറ്റ് ആക്കാം, പവർ ആക്കാം, അടിപൊളിയാക്കാം. അപ്പൊ മക്കളെ ലൈവില് കാണാം. തൽക്കാലത്തേക്ക് മിസ് ഇപ്പൊ പോവാണ്. ലൈവിലായിട്ട് നമുക്ക് വീണ്ടും 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 നമുക്ക് മീറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.